17ാം ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാ എംപിമാരുടെ പ്രകടനം എങ്ങനെ? അവരുടെ ഹാജർ നില പാർലമെന്റിൽ എപ്രകാരമായിരുന്നു? കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ എത്ര നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തു? ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിലും നമ്മുടെ എംപിമാർ മുന്നിലാണോ? ആ കണക്കൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു പോകാം, അറിഞ്ഞു ചെയ്യാം നമ്മുടെ വോട്ട്. ആ കണക്കുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് 20-ൽ ഒരേ ഒരു എം പിയാണ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ആലപ്പുഴയിലെ എം ആരിഫ്. എം ആരിഫ് എത്തിക്കഴിഞ്ഞു. എം ആരിഫിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രേക്ഷകർ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ ഹാജർ നില 89%. അത്ര മോശമല്ല. 32 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബജറ്റ് ചർച്ചകളുടെ എണ്ണം നോക്കിയാൽ 24 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിരിക്കുന്നു. ശൂന്യവേളയിലെ ചർച്ചകളിൽ 21 എണ്ണത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ചട്ടം 377 അനുസരിച്ച് 18 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. ഇതാണ് എം ആരിഫ് എന്ന ആലപ്പുഴ എം പിയുടെ പ്രോഗ്രസ് കാർഡ്. അങ്ങനെ ഓരോ എം പിയുടെയും വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തതായി ആറ്റിങ്ങലിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അതാ വരുന്നു അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് എന്ന സിറ്റിംഗ് എം പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹാജർ നില എം ആരിഫിനേക്കാൾ കുറവാണ്. 82% അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഹാജർ നില. അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകളുടെ എണ്ണം 4 മാത്രമാണ്. ബജറ്റ് ചർച്ച ഒരേ ഒരെണ്ണം. 5 വർഷത്തെ കണക്കാണ് കേട്ടോ. ശൂന്യവേളയിലെ ചർച്ച 28, ചട്ടം 377 അനുസരിച്ച് 23 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് 1 ചോദ്യം. ഇതാണ് ആറ്റിങ്ങലിന്റെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആറ്റിങ്ങലിൽ നിന്ന് നമുക്ക് അടുത്തതായി പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാജർ നില അടൂർ പ്രകാശിന് സമാനമാണ്. രണ്ടുപേരും ഒന്നിച്ചാണ് പാർലമെന്റിൽ പോകുന്നത് തോന്നുന്നു. രണ്ടും 82%. ആന്റോ ആന്റണി പക്ഷേ അടൂർ പ്രകാശിനേക്കാൾ ഒരു ചർച്ചയിൽ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ട്. നിയമനിർമ്മാണ ചർച്ചകളുടെ എണ്ണം 5. ബജറ്റ് ചർച്ചകളിൽ പക്ഷേ ആന്റോ ആന്റണി സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 10 ചർച്ചകളിൽ ആന്റോ ആന്റണി പങ്കെടുത്തിട്ടുണ്ട്. ശൂന്യവേളയിൽ നടന്ന ചർച്ചകളിൽ 27 എണ്ണത്തിലും ആന്റോ ആന്റണി പങ്കെടുത്തിട്ടുണ്ട്. ചട്ടം 377 അനുസരിച്ച് 15 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് ചോദ്യങ്ങളേ ഇല്ല. അടുത്തതായി നമ്മൾ പോകുന്നത് ചാലക്കുടിയിലേക്ക്. ചാലക്കുടിയുടെ എം പി ബെന്നി ബെഹനാന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അത് പരിശോധിക്കാം. മറ്റ് 2 പേരെക്കാൾ കൂടുതലാണോ UDF എം പി ആയ ബെന്നി ബെഹനാന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ കണക്ക് എന്ന് നോക്കുമ്പോൾ ഹാജർ നിലയിൽ പുരോഗതിയുണ്ട്. 85% ബെന്നി ബെഹനാന്റെ ഹാജർ നില. അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകൾ 8 എണ്ണമാണ്. ബജറ്റ് ചർച്ചകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 ബജറ്റ് ചർച്ചകൾ, ശൂന്യവേള ചർച്ചകൾ 29, ചട്ടം 377 അനുസരിച്ച് 18 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് 3 ചോദ്യങ്ങൾ. ഇതാണ് ബെന്നി ബെഹനാൻ എന്ന ചാലക്കുടിയുടെ എം പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയുടെ സ്വന്തം ഡീൻ കുര്യാക്കോസ്. വീണ്ടും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഡീൻ എത്തുന്നത് ഇടുക്കിയിലേക്ക്. ഡീനിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ. 90% ഹാജർ നിലയുണ്ട് ഡീൻ കുര്യാക്കോസ് എന്ന യുവ എം പിക്ക്. അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകൾ 8 എണ്ണമാണ്. ബജറ്റ് ചർച്ച 16 എണ്ണമാണ്. ശൂന്യവേള ചർച്ച 32. ചട്ടം 377 അനുസരിച്ച് 24 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് 4 ചോദ്യങ്ങൾ. താരതമ്യേന മോശമല്ലാത്തൊരു പ്രോഗ്രസ് റിപ്പോർട്ടുമായാണ് ഡീൻ കുര്യാക്കോസ് എം പി ഇടുക്കിയിൽ വീണ്ടും ജനവിധി തേടാൻ എത്തുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ET മുഹമ്മദ് ബഷീറിലേക്കാണ്. ഇത്തവണ മണ്ഡലം മാറിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ETയുടേത് എന്ന് നോക്കാം. ലീഗിന്റെ സ്വന്തം ETയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ. വളരെ നല്ല ഹാജർ നിലയാണ്. കൃത്യമായി പാർലമെന്റിൽ പോകുന്ന എം പിയാണ് ET മുഹമ്മദ് ബഷീർ. 94% അദ്ദേഹത്തിന്റെ ഹാജർ നില. 46 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 16 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ശൂന്യവേളയിലെ ചർച്ചകളിൽ 12 എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്നതിന്റെ എണ്ണം കുറച്ച് കുറവാണ്. 377 ചട്ടം അനുസരിച്ച് 9, 193 അനുസരിച്ച് 5. ഇതാണ് ETയുടെ ടാലി. ഇനി നമ്മുടെ സ്വന്തം എറണാകുളത്തേക്ക് വരാം. എറണാകുളത്തിന്റെ സിറ്റിംഗ് എം പി ഹൈബി ഈഡൻ. പോരാട്ടങ്ങളിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് ഹൈബിക്കുള്ളത്. പാർലമെന്റിലെ പെർഫോമൻസിൽ അത് എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് നോക്കാം. ഹൈബിയുടെ ഹാജർ നില പക്ഷേ ETക്കൊപ്പം എത്തുന്നില്ല. 89% ഹൈബി ഈഡൻ എം പിയുടെ ഹാജർ നില. ഹൈബി പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകൾ 4 എണ്ണം മാത്രമാണ്. ബജറ്റ് ചർച്ച 1 എണ്ണമാണ്. ശൂന്യവേള ചർച്ചയുടെ എണ്ണം 28, ചട്ടം 377 അനുസരിച്ച് പക്ഷേ 23 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ചട്ടം 193 അനുസരിച്ച് 1 ചോദ്യവും. ഇതാണ് ഹൈബി ഈഡൻ എം പിയുടെ, എറണാകുളം എം പിയുടെ പാർലമെന്റിലെ പെർഫോമൻസ്. അടുത്തതായി വടകര വിട്ട് തൃശൂരിലേക്ക് ലാൻഡ് ചെയ്ത
മാസ് എൻട്രി നടത്തിയ കെ മുരളീധരൻ പാർലമെന്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത്? വടകര MP കെ മുരളീധരന്റെ പാർലമെന്റിലെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ. 90% ഹാജർ നില. പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകളുടെ എണ്ണം ഒരെണ്ണം മാത്രമാണ്. ബജറ്റ് ചർച്ചയിലും കെ മുരളീധരൻ അത്ര കണ്ട് പങ്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമാണ്. 3 ചർച്ചകളിൽ മാത്രം. ശൂന്യവേള ചർച്ചകളിൽ 31, ചട്ടം 377 അനുസരിച്ച് 26 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് ഒന്നുമില്ല. 0 അക്കൗണ്ടിൽ. വടകരയിൽ നിന്ന് തൃശൂരിലേക്കാണ് കെ മുരളീധരൻ എത്തുന്നത്. വടകരയിലെ പെർഫോമൻസ് പാർലമെന്റിൽ ഇങ്ങനെയായിരുന്നു. ഇനി നമുക്ക് പോകേണ്ടത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂർ MP കൂടിയായിരിക്കുമ്പോൾ പാർലമെന്റിൽ പോയോ അതോ മണ്ഡലത്തിലായിരുന്നു? കണ്ണൂരിലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതാ വരുന്നു. കെ സുധാകരന്റെ ഹാജർ നില നോക്കൂ, വളരെ കുറവാണ്. 50% പാർലമെന്റിലെ ഹാജർ നില. അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ച ഒറ്റയൊരെണ്ണം. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. ശൂന്യവേള ചർച്ച 8 എണ്ണം, ചട്ടം 377 അനുസരിച്ച് 9 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. 193 അനുസരിച്ച് ഒന്നുമില്ല. ഇതുവരെ പരിശോധിച്ചതിൽ ഏറ്റവും മോശം പെർഫോമൻസ് വന്നിരിക്കുന്നത് കെ സുധാകരൻ എന്ന കണ്ണൂരിലെ സിറ്റിംഗ് MP-യുടേതാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് മാവേലിക്കരയിലേക്കാണ്. തുടർച്ചയായി MP ആയിക്കൊണ്ടിരിക്കുന്ന സംഘടനാ ചുമതലകൾ വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മാവേലിക്കരയുടെ MP-യുടെ പാർലമെന്റിലെ പെർഫോമൻസ് നോക്കിയാൽ ഹാജർ നില 86%. അദ്ദേഹം 24 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 10 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ശൂന്യവേള ചർച്ചകൾ 64, ചട്ടം 377 അനുസരിച്ച് 17 ചോദ്യങ്ങൾ, ചട്ടം 193 അനുസരിച്ച് 4 ചോദ്യങ്ങൾ. താരതമ്യേന മോശമല്ലാത്ത ഒരു പ്രകടനം പാർലമെന്റിൽ കാഴ്ചവെച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇനി കോഴിക്കോടിന്റെ രാഘവേട്ടൻ മണ്ഡലത്തിൽ വളരെ സുപരിചിതനാണ്. പാർലമെന്റിൽ എത്ര പോയിട്ടുണ്ട്, എത്ര ദിവസങ്ങളിൽ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? MK രാഘവൻ എന്ന കോഴിക്കോട് MP-യുടെ പാർലമെന്ററി പെർഫോമൻസിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ. ഹാജർ നില 81%. മണ്ഡലത്തിൽ കൂടുതൽ സമയമുണ്ട്, പക്ഷേ പാർലമെന്റിൽ അത്രയുമില്ല. 4 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 10 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ശൂന്യവേള ചർച്ചകളുടെ എണ്ണം 28, ചട്ടം 377 അനുസരിച്ച് 12 ചോദ്യങ്ങൾ, 193 അനുസരിച്ച് ഒന്നുമില്ല. അടുത്തതായി നമ്മൾ പോകുന്നത് ലീഗിന്റെ MP-യുടെ കണക്കിലേക്കാണ്. MK രാഘവനിൽ നിന്ന് അബ്ദുൾ സമദ് സമദാനി ഇക്കുറി മത്സര രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രകടനം അത് ഒരു റെക്കോർഡാണ് എന്ന് വേണം കരുതാൻ. കാരണം ആ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഒന്ന് നോക്കൂ. സമദാനി പാർലമെന്റിൽ തന്നെയായിരുന്നു. 96% ഹാജർ നില. പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണത്തിൽ പക്ഷേ അത് കാര്യമായി കാണുന്നില്ല എന്ന് മാത്രം. 4 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തു, 6 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തു, ശൂന്യവേള ചർച്ചകളിൽ 6 എണ്ണം, ചട്ടം 377 അനുസരിച്ച് 11 ചോദ്യങ്ങൾ, 193 അനുസരിച്ച് 4 ചോദ്യങ്ങൾ. ഇതുവരെയുള്ള ഹാജർ നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സമദാനി തന്നെയാണ്. ഇനി കൊല്ലത്തേക്ക് വരാം. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കേൾക്കുന്ന NK പ്രേമചന്ദ്രൻ MP-യുടെ പാർലമെന്റിലെ പെർഫോമൻസ്. അദ്ദേഹം നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പോയതൊക്കെ വലിയ വിവാദമായി നിൽക്കുകയാണ്. പാർലമെന്റിന്റെ ക്യാന്റീനിൽ ഇരുന്നുള്ള ഭക്ഷണം കഴിപ്പ്. ഹാജർ നില 90% മുകളിലാണ്. 91% NK പ്രേമചന്ദ്രൻ MP-യുടെ ഹാജർ നില. 97 നിയമനിർമ്മാണ ചർച്ചകളിൽ ഇതുവരെ വന്നതിൽ വളരെ മുകളിൽ തന്നെയാണ് പ്രേമചന്ദ്രന്റെ ചർച്ചകളിലെ പങ്കാളിത്തം നിൽക്കുന്നത്. ബജറ്റ് ചർച്ചകൾ 21, ശൂന്യവേള ചർച്ച 76, ചട്ടം 377 അനുസരിച്ച് 37 ചോദ്യങ്ങൾ, 193 അനുസരിച്ച് 9 ചോദ്യങ്ങൾ. ഇത്രയുമാണ് NK പ്രേമചന്ദ്രൻ MP-യുടെ പെർഫോമൻസ്. അപ്പോൾ ഹാജർ നിലയിൽ മുന്നിൽ നിൽക്കുന്നത് സമദാനിയാണെങ്കിൽ കൂടുതൽ ചർച്ചകളിൽ പങ്കാളിത്തത്തിലൂടെ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം MP NK പ്രേമചന്ദ്രനാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു സ്റ്റാർ MP-യിലേക്കാണ്. വയനാട്ടിലേക്ക് ചുരം കയറി വന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ കാണുന്നില്ല എന്ന് വയനാട്ടുകാർ പറയും, പാർലമെന്റിൽ കാണുന്നില്ല എന്ന് പാർലമെന്റിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ പറയും. നോക്കൂ, 51% മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില. നിയമനിർമ്മാണ ചർച്ച 1, ബജറ്റ് ചർച്ച 1, ശൂന്യവേള ചർച്ച 1, ചട്ടം 377 അനുസരിച്ച് 1 ചോദ്യം, ചട്ടം 193 അനുസരിച്ച് ഒന്നുമില്ല. ഇതാണ് രാഹുൽ ഗാന്ധി MP-യുടെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കൃത്യമായ ട്രാക്ക് റെക്കോർഡ്. അടുത്തതായി നമ്മൾ പോകുന്നത് കാസർഗോഡ് അട്ടിമറി വിജയം നേടി പാർലമെന്റിലേക്ക് എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പെർഫോമൻസ് ചാർട്ടിലേക്കാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കാസർഗോഡിന്റെ MP പാർലമെന്റിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 86% ഹാജർ നില. താരതമ്യേന മോശമില്ലാത്ത ഒരു ഹാജർ നില എന്ന് പറയാം. നിയമനിർമ്മാണ ചർച്ചകളിൽ പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കെടുത്തിട്ടില്ല. ബജറ്റ് ചർച്ച 5, ശൂന്യവേള ചർച്ച 32, ചട്ടം 377 അനുസരിച്ച് 13 ചോദ്യങ്ങൾ, 193 അനുസരിച്ച് ചോദ്യങ്ങളില്ല. ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്. 5 വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത്. അടുത്തതായി നമുക്ക് പോകേണ്ടത് പാട്ടും പാടി ജയിച്ചു പോയ പെങ്ങളൂട്ടി ആലത്തൂരിന്റെ രമ്യ ഹരിദാസ് പാർലമെന്റിൽ എത്രത്തോളം സജീവമായിരുന്നു നോക്കാം. മണ്ഡലത്തിൽ പാട്ടൊക്കെ പാടി പരിപാടികളിൽ സജീവമായിരുന്നു, പക്ഷേ പാർലമെന്റിൽ അത്രയും ഇല്ല.
72% രമ്യ ഹരിദാസിന്റെ ഹാജർ നില. 4 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 5 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 32 ശൂന്യവേള ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. 11 ചോദ്യങ്ങൾ ചട്ടം 377 അനുസരിച്ച്, ചട്ടം 193 അനുസരിച്ച് ഒരു ചോദ്യം. ഇതാണ് ആലത്തൂരിന്റെ രമ്യ ഹരിദാസിന്റെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്. നമുക്ക് ആലത്തൂരിൽ നിന്ന് ഇനി പോകേണ്ടത് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരം MP ശശി തരൂർ തുടർച്ചയായി MP ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം ശശി തരൂർ പാർലമെന്റിൽ പലപ്പോഴും പാർലമെന്ററി അപ്ഡേറ്റ്സുമായി നിറയുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഹാജർ നില വളരെ മുകളിൽ തന്നെയാണ്. 93% ഡോക്ടർ ശശി തരൂർ MP-യുടെ പാർലമെന്റിലെ ഹാജർ നില. നിയമനിർമ്മാണ ചർച്ചകൾ 41, ബജറ്റ് ചർച്ച 10, ശൂന്യവേള ചർച്ച 25, ചട്ടം 377 അനുസരിച്ച് 19 ചോദ്യങ്ങൾ, 193 അനുസരിച്ച് 4 ചോദ്യങ്ങൾ. ഡോക്ടർ ശശി തരൂർ MP താരതമ്യേന മികച്ച പെർഫോമൻസുമായി മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മികച്ച ഒരു പാർലമെന്ററി ട്രാക്ക് റെക്കോർഡാണ് കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ശശി തരൂർ MP-യിൽ കാണാൻ കഴിയുന്നത്. അടുത്തയാളുടെ കാര്യം പറയാൻ കുറച്ച് വിഷമമുണ്ട്. കാരണം സിറ്റിംഗ് MP-യിൽ സിറ്റിംഗ് സീറ്റ് കയ്യിൽ നിന്ന് പോയ ആളാണ്. തൃശൂരിന്റെ TN പ്രതാപൻ. TN പ്രതാപന്റെ പാർലമെന്റിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഇക്കുറി മത്സര രംഗത്തില്ല. TN പ്രതാപന്റെ പാർലമെന്റിലെ അറ്റൻഡൻസ് ഹാജർ നില 82%. നിയമനിർമ്മാണ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. 5 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 36 ശൂന്യവേള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചട്ടം 377 അനുസരിച്ച് 23 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചട്ടം 193 പ്രയോഗിച്ചിട്ടേയില്ല. 5 വർഷത്തെ TN പ്രതാപന്റെ പാർലമെന്റിലെ ട്രാക്ക് റെക്കോർഡിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് ഇനി കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് മത്സരിച്ചത് UDF-ന് വേണ്ടിയാണ്, ജയിച്ചു കഴിഞ്ഞപ്പോൾ LDF-ലേക്ക് പോയി. തോമസ് ചാഴികാടന്റെ പാർലമെന്റിലെ പെർഫോമൻസ് അത് എവിടെ നിൽക്കുന്നുവെന്ന് നോക്കാം. കോട്ടയത്തിന്റെ MP തോമസ് ചാഴികാടൻ 80% അറ്റൻഡൻസ്. 17 നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 13 ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, 16 ശൂന്യവേള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് 377 ചട്ടം അനുസരിച്ച് 11, 193 അനുസരിച്ച് 9. താരതമ്യേന മോശമല്ലാത്ത പെർഫോമൻസ് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വന്തം തോമസ് ചാഴികാടൻ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇക്കുറി മത്സര രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ UDF-ന് വേണ്ടിയായിരുന്നെങ്കിൽ ഇക്കുറി LDF-ന് വേണ്ടിയാണ് കോട്ടയത്ത് തോമസ് ചാഴികാടൻ ഇറങ്ങുന്നത്. ഇനി പോകേണ്ടത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ടെ സിറ്റിംഗ് MP മണ്ഡലത്തിൽ വളരെ സജീവമാണെന്ന് അവകാശപ്പെടുന്നു. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിയാൽ VK ശ്രീകണ്ഠൻ താരതമ്യേന മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 93% ഹാജർ നിലയുണ്ട്. പക്ഷേ ചർച്ചകളിലെ പങ്കാളിത്തം അത് നിയമനിർമ്മാണ ചർച്ചകളിൽ കുറവാണ്. ഒരു ചർച്ചയിൽ മാത്രമാണ് പങ്കെടുത്തത്. ബജറ്റ് ചർച്ചയുടെ എണ്ണം 10. എന്നാൽ ശൂന്യവേളയിൽ നടന്ന ചർച്ചകളിൽ സജീവമായിരുന്നു. 26 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചട്ടം 377 അനുസരിച്ച് 23 ചോദ്യങ്ങൾ, 193 പ്രയോഗിച്ചിട്ടില്ല. ഇത്രയുമാണ് നമ്മുടെ MP-മാരുടെ ഒരു പാർലമെന്റിലെ പെർഫോമൻസ് അല്ലെങ്കിൽ പാർലമെന്റിലെ സാന്നിധ്യം. അതൊക്കെ നമ്മൾ കൃത്യമായ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.